ഹായ് ഓൾ, വെൽക്കം ടു എക്സാം വൈ ക്ലാസ് 9. അപ്പോൾ നിങ്ങൾ ISRO നടത്തുന്ന യുവിക എന്ന് പറയുന്ന എക്സാമിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. രജിസ്ട്രേഷനൊക്കെ തുടങ്ങാൻ പോവാണ്, വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ മാർക്ക്, അതായത് ISRO യുവിക സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്ന ഒരു 10% സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഓൺലൈൻ ക്യൂസ് അല്ലെങ്കിൽ ഓൺലൈൻ പെർഫോമൻസ് ക്യൂസ് എന്ന് പറയുന്നത്. സോ അതിലെ പെർഫോമൻസ് അനുസരിച്ച് നമുക്കൊരു 10% എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ISRO നടത്തുന്ന യുവികയിലെ ക്വിസ് എങ്ങനെയാണ്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് എത്ര പെർസെൻറ്റേജ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 10% ആണ് നമ്മൾ ഓൺലൈൻ ക്വിസിലെ പെർഫോമൻസിനനുസരിച്ച് നമുക്ക് 10% ആണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ടോട്ടൽ സ്കോറിൽ 10%ഓളം വരുന്നത് ഇതിൽ നിന്നാണ്. സോ ഇത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ആണെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ 8th സ്റ്റാൻഡേർഡിലെ മാർക്കിൻ്റെ ബേസിൽ 50% ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സയൻസ് ഫെയറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എന്തുണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ വിഷയം അതല്ല, നമ്മൾ എന്താണ്, നമ്മൾ ക്വിസിൻ്റെ കാര്യമാണ് നോക്കുന്നത്. സോ ക്വിസ് എങ്ങനെയാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. യുവികയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമാണോ? അല്ല, എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്യൂസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു സൈറ്റ്, ഞാൻ കൊടുത്തിട്ടുള്ള സൈറ്റ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമുക്ക് കമൻറ്റ് ബോക്സിൽ പിൻഡായിട്ടും ഈ ഒരു ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ആ ലിങ്ക് ത്രൂ നിങ്ങൾ ഈ ഒരു ലിങ്ക് നിങ്ങൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുക. ഇത് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും ഒരു പാസ്വേഡും ഒരു ക്യാപ്ച കോഡും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് നെയിമും നിങ്ങളുടെ ലാസ്റ്റ് നെയിമും ഒക്കെ കൊടുത്ത് നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും വെച്ചിട്ട് ഈ ഒരു ക്യാപ്ച കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യൂസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സോ ക്യൂസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർഫേസ് ആയിരിക്കും യുവിക ക്യൂസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഒരു ബട്ടൺ ഉണ്ടാവും, അറ്റംപ്റ്റ് ക്യൂസ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. സോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യൂസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. യുവികയ്ക്ക് കൊടുക്കുന്ന സ്റ്റുഡൻസിന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നോക്കി നോക്കാം. ആ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്ന, പലപ്പോഴും നമുക്ക് ആൻസേഴ്സ് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യുവികയിൽ ചോദിക്കാറുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രസ് വേ ഹാസ് ബീൻ given the name സമൃദ്ധി എക്സ്പ്രസ് വേ. സമൃദ്ധി എക്സ്പ്രസ് വേ എന്ന് കൊടുത്തിട്ടുള്ളത് ഏത് എക്സ്പ്രസ് വേക്കാണ് ആ ഒരു നെയിം കൊടുത്തിട്ടുള്ളത്? പ്രയാഗ്രാജ് മീററ്റ് എക്സ്പ്രസ് വേ ആണോ, നാഗ്പൂർ മുംബൈ എക്സ്പ്രസ് വേ ആണോ, ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണോ, അതോ ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ ആണോ? സോ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുള്ള നാഗ്പൂർ മുംബൈ എക്സ്പ്രസ് വേക്കാണ് നമ്മൾ സമൃദ്ധി എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. സോ ഇതേ ടൈപ്പ് ഓഫ് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മാത്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മോസ്റ്റ് കോമൺലി യൂസ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. സെമി കണ്ടക്ടേഴ്സ് ഒക്കെ കോമൺലി നമ്മൾ മെറ്റലോയിഡ്സിനെയാണ് യൂസ് ചെയ്യാറുള്ളത്. സോ ഇതിലൊരു മെറ്റലോയിഡ് മാത്രമാണ് ഉള്ളത്, ദാറ്റ് ഈസ് സിലിക്കൺ ആണ്. സോ സിലിക്കൺ ആണ് സെമി കണ്ടക്ടർ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ, നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആ ടൈം നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് അതിലെന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസേഴ്സ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കമൻറ്റ് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലക്ഷ്മി വിലാസ് പാലസ് വാസ് ബിൽറ്റ് ബൈ പ്രസ്റ്റീജിയസ് ഗെയ്ക്വാദ് ഫാമിലി ഇൻ വിച്ച് സിറ്റി ദിസ് പാലസ് ഈസ് സിറ്റുവേറ്റഡ്. അതായത് ലക്ഷ്മി വിലാസ് പാലസ് എന്ന് പറയുന്നത് ഏത് സിറ്റിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ നോക്കുന്ന സമയത്ത് വഡോദര എന്ന് പറയുന്ന സിറ്റിയിലാണ് എന്താ ലക്ഷ്മി വിലാസ് പാലസ് എന്ന് പറയുന്ന ആ ഒരു പാലസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ഇൻ പെൻസിൽസ്. പെൻസിൽസിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയില്ല, ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചതാണ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ്. കാർബൺ കണ്ടെയ്നിങ് അല്ലെങ്കിൽ കാർബൺ
കാർബണിന്റെ വേറൊരു ഫോമാണ് എന്ത് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. സോ ഗ്രാഫൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ എ തന്നെയാണ് എന്താ അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ടു രാജ്യസഭ? രാജ്യസഭയിലേക്ക് മാക്സിമം നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന മെമ്പേഴ്സിന്റെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഒഫീഷ്യലി 12 ആണ്. സോ 12 എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which is responsible for converting milk into curd through natural process? അതായത് മിൽക്കിനെ കേർഡ് ആക്കുന്ന, അതായത് ലാക്ടോസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് മിൽക്കിൽ ഉണ്ടാവുക. അതിനെ ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അത് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, അത് റിലേറ്റഡ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് എന്താ ഇത് ഈ ഒരു ക്വിസിൽ നമുക്ക് ചോദിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ആൻസർ പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇൻ കേസ് നമുക്ക് ഒരു കറണ്ട് അഫയേഴ്സിലേക്കോ അല്ലെങ്കിൽ ജനറൽ നോളജിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിരിക്കണം. അത്രേ ഉള്ളൂ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ, ആംഗിൾ ആർ ഈസ് ഇക്വൽ ടു ആംഗിൾ പി, അതായത് രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ദറ്റ് ഈസ് ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്യു ആർ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്, പി ആർ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ദ ലെങ്ത് ഓഫ് പി ക്യൂവിന്റെ ലെങ്ത് എന്തായിരിക്കും? അതായത് രണ്ടെണ്ണം ഈക്വൽ ആവണം അല്ലെ. അപ്പൊ രണ്ടെണ്ണം ഈക്വൽ ആവണം. അതിൽ രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ക്യു ആറും പി ആറും നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ട്രയാങ്കിൾ പി ക്യു ആർ വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇത് നമുക്ക് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കാം. അതിൽ പി ക്യു ആർ എന്നാണ് ആ ട്രയാങ്കിളിന് കൊടുത്തിട്ടുള്ളത്. പി ക്യു ആർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മളോട് ആംഗിൾ ആറും ആംഗിൾ പിയും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ രണ്ട് ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. ഈ രണ്ട് ലെങ്ത് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നോക്കാം. ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്? 4 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പം ഇതെന്തായിരിക്കും? 4 സെന്റിമീറ്റർ ആണ്, ഈസിയാണ്. ഇനി പി ആർ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. സോ ഐസോസിലസ് ട്രയാങ്കിളിന്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ അപ്ലിക്കബിൾ ആവുന്നുണ്ട്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 4 എന്ന് പറയുന്ന 4 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. സോ 4 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The sum of 3 consecutive even natural numbers is 54. Find the greatest of these numbers. അതായത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്താണ്? 54 ആണെന്ന് പറയുന്നത്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് എണ്ണാൻ പറ്റുന്ന കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുക. സോ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ആൾക്കാരുടെ സം ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റത്തെ ആ ഒരു സീക്വൻസിൽ അല്ലെങ്കിൽ ആ സീരീസിലുള്ള നമ്പർ നമ്മൾ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും n+2+n+4 ആയിരിക്കും എന്ത് വരാം? 54 വരാം. ദാറ്റ് മീൻസ് 3n+6 എത്രയാണ് വരാം? 3n+6 54 ആണ് വരാം. അങ്ങനെയാണെങ്കിൽ 3 എന്ന് പറയുന്നത് 48 ആയിരിക്കും. 54 - 6. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് 48/3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരാം? 16 എന്ന് പറയുന്ന വാല്യൂ ആണ് വരാം. അപ്പോൾ n 16 ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ആരാണ്? ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്നത് n+4 ആണ്. അപ്പോൾ n+4 എന്ന് പറഞ്ഞാൽ 16+4 ആണ്. 16+4 എന്ന് പറയുന്നത് 20 ആണ്. സോ ഗ്രേറ്റസ്റ്റ് ടേം എന്തായിരിക്കും? 20 ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 objects repel each other. The repulsion could due to, അതായത് ആ റിപ്പൽഷൻ എന്ത് കുഡ് ബി ഡ്യൂ ടു, ഏതൊക്കെ കാരണങ്ങളാവാം. ഒരു 2 ഒബ്ജക്ട്സ് തമ്മിൽ റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നെങ്കിൽ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. ഇനി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിലും എന്താണ്? കണ്ടക്ടിങ് വയേഴ്സിന്റെ ചുറ്റും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഡെഫിനറ്റ്ലി എന്തുണ്ട്? അവിടെ അറൗണ്ട് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അതായത് നമ്മൾ റിപ്പൽഷൻ വരുന്ന ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട് അല്ലേ. നമുക്കറിയാം, നമ്മളൊരു സ്കെയിൽ വെച്ച് റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റാറ്റിക് എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെയും നമുക്ക് റിപ്പൽഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിലും നമുക്ക് റിപ്പൽഷൻ കാണാൻ പറ്റും. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും എയ്തർ മാഗ്നറ്റിക് ഓർ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതായത് റിപ്പൽഷൻ എന്ത് കാരണമായിരിക്കും? ഒന്നെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണമായിരിക്കും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് കാരണമായിരിക്കും. സോ അല്ലെങ്കിൽ ഫീൽഡ് കാരണമായിരിക്കും. സോ നമുക്ക് ഈസിലി ഓപ്ഷൻ ഡിയിലേക്കാണ് പോകാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ
കൈൻഡ് ഓഫ് തിങ്സ് ഒക്കെ എന്താണ് നിങ്ങൾ 8th അതുപോലെ തന്നെ താഴെയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാണ്. നേരത്തെ ഉള്ള ആ ടേമൊക്കെ നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റുന്ന, ഏത് ചെറിയ കുട്ടികൾക്കും സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നിസർഗ, ഘാട്ടി, നിവാർ, ടോക്ടി ആൻഡ് യാസ് ആർ നെയിംസ് ഓഫ്. ഇതൊക്കെ എന്തിൻ്റെ നെയിംസ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ജനറൽ നോളജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് എല്ലാം സൈക്ലോൺസിൻ്റെ നെയിമാണ് കേട്ടോ. നമ്മുടെ ചുഴലിക്കാറ്റുകളുടെ നെയിമാണ് എന്താ ഈ ഒരു പേരുകൾ. നിസർഗ, ഗതി, അതുപോലെ തന്നെ നിവാർ, ടോക്തി, അതുപോലെ തന്നെ യാസ് എന്നൊക്കെ പറയുന്നത് ചുഴലിക്കാറ്റിൻ്റെ പേരാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആയിരിക്കും എന്താ വരാം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ള. ഡിഗ്രി എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഹയസ്റ്റ് ആയിട്ട് വരുന്ന പവർ ഏതാ നോക്കുക. ഹയസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നത് 5 ആണ്. 5ൽ മുന്നിൽ കൊടുത്തിട്ടുള്ളത് 0 ആണ്. സോ അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് താഴെ വരുന്നത് 4 ആണ്. 4ന് മുന്നിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, അതിൻ്റെ മുന്നിൽ ടേം കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് മുന്നിലുള്ള ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തിട്ടുള്ളത് 4 ആണ്. സോ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ഏതായിരിക്കും, 4 ആയിരിക്കും. മറ്റേതിന് മുന്നിൽ 0 ആയതുകൊണ്ട് അത് കൺസിഡർ ചെയ്യില്ല. സോ 4 ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ നമുക്ക് നോക്കാം 4 ആണോ? യെസ്, 4 ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു മാത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ നമുക്കൊരു ഗ്രാഫിക്കൽ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് പേപ്പറൊക്കെ വെച്ചിട്ട് നോർത്തും സൗത്തും അതുപോലെ തന്നെ ഈസ്റ്റും വെസ്റ്റും ഒക്കെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മളോട് പറഞ്ഞുള്ളത് ഒരാൾ സ്റ്റാർട്ട് ഫ്രം ഹിസ് ഓഫീസ് ആൻഡ് വാക്ക് 3 കിലോമീറ്റർ നോർത്തിലേക്ക് 3 കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞാൽ നോർത്തിലേക്ക് 3 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ ഹി ടേൺസ് റൈറ്റിലേക്ക് ടേൺ ചെയ്തു. ദാറ്റ് മീൻസ് ഇങ്ങോട്ടൊക്കെ ടേൺ ചെയ്തു 2 കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്നാണ് പിന്നെ പറയുന്നത്. ആൻഡ് അഗെയിൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 5 കിലോമീറ്റർ, അതായത് പിന്നെയും തിരിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞ് 5 കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി പറയുന്നത് ദെൻ അഗെയിൻ റൈറ്റ്സ് ആൻഡ് വാക്സ് 2 കിലോമീറ്റർ, പിന്നീടും തിരിഞ്ഞ് 2 കിലോമീറ്റർ. സോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്. സോ എത്തി. ഇനി ആൻഡ് ദെൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 2 കിലോമീറ്റർ, ഇനിയും 2 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. സോ അയാൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ വേർ ഹീ ഈസ് നൗ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റെഫറൻസ് ചെയ്യുന്ന സമയത്ത് അയാൾ ഇപ്പോൾ എവിടെയാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അല്ലേ. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇൻ ഹിസ് ഓൺ ഓഫീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും എന്താ പറയുക ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മെറ്റൽസ് നോർമലി എന്താണ്, ജനറലി ഹാർഡ് ആണെന്ന് പറയാറുള്ളത് അല്ലേ. അതുപോലെ തന്നെ മെറ്റൽസ് ജനറലി സോളിഡ് ആയിരിക്കും. ലിക്വിഡ് ആയിട്ടുള്ളൊരു മെറ്റലാണ് നമ്മൾ പഠിച്ചിട്ടുള്ള മെർക്കുറി എന്ന് പറയുന്നത്. സോ മെറ്റൽസ് ജനറലി ഹാർഡ് ആയിരിക്കും. സോഫ്റ്റ് മെറ്റൽസും ഉണ്ട്, എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് മെറ്റൽസും ഉണ്ട്. അവരെ നമ്മൾ സോഫ്റ്റ് മെറ്റൽസ് എന്നാണ് വിളിക്കുക. ഓക്കെ, സോ അതിൽ 2 എക്സാമ്പിൾസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആണ് നമ്മൾ കോമൺലി പറയാറുള്ളത്. രണ്ടും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. നമുക്ക് നൈഫ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ഈസ് എക്സെപ്ഷൻ ആൻഡ് ക്യാൻ ബി കട്ട് വിത്ത് എ നൈഫ്, അതായത് നൈഫ് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ്, നമുക്ക് എക്സെപ്ഷൻ ആണ്, ഹാർഡ് അല്ല, ഒരു സോഫ്റ്റ് മെറ്റൽസ് ആണ്. അത് സോഡിയം പൊട്ടാസ്യം ഒക്കെ ആണ് എന്താ അതിൽ വരാറുള്ളത്. സോഡിയം ആണ് നമ്മൾ സോഫ്റ്റ് മെറ്റലായിട്ട് കൂടുതലായിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. പൊട്ടാസ്യം ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, നൈഫ് ഒന്ന് വെച്ച് കട്ട് ചെയ്യാറില്ല സാധാരണഗതിയിൽ. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ സി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് എന്താ അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. എ റെഫ്രിജറേറ്റർ വർക്ക്സ് ഓൺ ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ്, ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ ഇവാപ്പറേഷൻ ആൻഡ് കണ്ടൻസേഷൻ എന്ന് പറയുന്ന 2 പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്. അവിടെ കൂളൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. അവിടെ ഇവാപ്പറേഷൻ ചെയ്യും. ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് ഫുഡിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസിൻ്റെ ഹീറ്റ് എല്ലാം അബ്സോർബ് ചെയ്ത് ആ കൂളൻറ്റിലുള്ള വാട്ടർ എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ ത്രൂ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ കൂളിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബാങ്ക് ഈസ് ഇന്ത്യാസ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, അതായത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് ഓപ്ഷൻ ബി HDFC ബാങ്ക് ആണ് കറക്റ്റായിട്ട് ആൻസർ വരിക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ജനറൽ നോളജ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, സം ഓഫ് A - B പ്ലസ് AB, B plus C minus BC and C minus
എ മൈനസ് എ സി എന്നാണ് പറഞ്ഞത്. സോ ഇതിൻ്റെ സം എങ്ങനെയാണ് കാണാൻ പറ്റുക നോക്കാം. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത്, ഈ ടേം കൺഫ്യൂഷൻ വരില്ല, എ ബി കൺഫ്യൂഷൻ വരില്ല, മൈനസ് ബി സി കൺഫ്യൂഷൻ വരില്ല, മൈനസ് എ സിയും കൺഫ്യൂഷൻ വരില്ല. ബാക്കി കൺഫ്യൂഷൻസ് വരാനുള്ളത് എ മൈനസ് ബി ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ബി പ്ലസ് സി ഉണ്ട്, സി മൈനസ് എ ഉണ്ട്. സോ നമുക്ക് ഇവിടെ നോക്കാം, എ ഉണ്ട് മൈനസ് എ ഉണ്ട്. സോ ഇതിവിടെ ക്യാൻസൽ ആയി പോകും അല്ലേ, എ മൈനസ് എ ആണ്. സോ സം എടുക്കുമ്പോൾ എ ക്യാൻസൽ ആയി പോകും. ഇനി മൈനസ് ബി ഇവിടെ ഉണ്ട്, ഇവിടെ പ്ലസ് ബി ഉണ്ട്. സോ മൈനസ് ബി പ്ലസ് ബി ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും ആൻസർ വരാം. ഇനി ഇവിടെ പ്ലസ് സി ഉണ്ട്, ഇവിടെയും പ്ലസ് സി ആണ്. സോ പ്ലസ് സി 2c ആയിരിക്കും. സോ 2c ആയിരിക്കും എല്ലാ ഓപ്ഷനിലും വരുന്നത് അല്ലേ, 2cയിലാണ് എല്ലാ ഓപ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2c എന്നാണ്. സോ ഇതിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരാം. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇവിടെ പ്ലസ് എ ബി ഉണ്ട്, മൈനസ് ബി സി ഉണ്ട്, മൈനസ് എ സി ഉണ്ട്. ഈ സയൻസ് അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവും പോസിറ്റീവും ഇങ്ങനെ തന്നെ എന്ത് ചെയ്യും, സം എടുത്താൽ ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് നോക്കുന്ന സമയത്ത് പ്ലസ് ബി മൈനസ് ബി സി മൈനസ് എ സി എന്ന് പറയുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്ഷൻ എയിൽ മാത്രമാണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് നോക്കാം ഓപ്ഷൻ എ തന്നെയാണോ. യെസ്, ഓപ്ഷൻ എ തന്നെയാണ് എന്താ നമ്മുടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയില്ല, ആറ്റംസ് ഓഫ് ആൻ എലമെന്റ് ഡിഫർ ഫ്രം ദോസ് ഓഫ് ഓൾ അതർ എലമെന്റ്സ് ഇൻ. അതായത് ഓരോ എലമെന്റ്സിൻ്റെയും ആറ്റംസ് ഡിഫർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും. എല്ലാ ആറ്റങ്ങളാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ എലമെന്റ്സിൻ്റെ ആറ്റങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് അറ്റോമിക് നമ്പേഴ്സ് ആയിരിക്കും. ദ മീൻസ് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ അതും ഡിഫർ ആയിരിക്കും, ഓരോ ആൾക്കാരിൽ മാറിക്കൊണ്ടിരിക്കും. അതായത് ന്യൂട്രൽ ആറ്റത്തിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തായിരിക്കും, നമ്പർ ഓഫ് പ്രോട്ടോൺസും സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സോ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അറ്റോമിക് നമ്പർ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഓരോ എലമെന്റ്സിന്റെ ആറ്റങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യനിലെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള 2 ഈക്വൽ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആർ ഈച്ച് 8 മീറ്റർ ലെസ് ദാൻ 3 ടൈംസ് ദ തേർഡ് സൈഡ്. അതായത് തേർഡ് സൈഡിൻ്റെ 8 മീറ്റേഴ്സ് എന്താണ് കുറവാണെന്ന് പറയുന്നത്. സോ തേർഡ് സൈഡിനെ നമുക്ക് എക്സ് ആക്കി എടുക്കാം. അതുപോലെ തന്നെ ബാക്കി 2 സൈഡുകൾ 2 ഈക്വൽ സൈഡ്സ് ആണ് പറഞ്ഞത്. സോ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. സോ 2 ഈക്വൽ സൈഡ്സ് 3x - 8 ഈക്വൽ ആണെന്ന് പറയുന്നത്. സോ 3 സൈഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, എക്സ് 3x - 8 3x - 8 ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇഫ് ദ പെരിമീറ്റർ ഈസ് 54 മീറ്റർ. അതായത് 54 മീറ്റർ ആണ് പെരിമീറ്റർ എങ്കിൽ ബാക്കിയുള്ള പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഈ എല്ലാ സൈഡ്സിൻ്റെയും സമ്മാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ പെരിമീറ്റർ 54 ആണെങ്കിൽ തേർഡ് സൈഡ് ദാറ്റ് ഈസ് എക്സ് എന്താണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. സോ നമുക്ക് നോക്കാം, എക്സ് പ്ലസ് 3s - 8 പ്ലസ് 3x - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 54 ആണ് അല്ലേ. സോ നമുക്ക് മനസ്സിലായി എക്സ് പ്ലസ് 3x എന്ന് പറയുന്നത് 7x ആണ്, -8 എന്ന് പറയുന്നത് -16 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 54. ഇനി -16 അങ്ങോട്ട് പോയാൽ അവിടെ +16 ആവും. സോ 7x ഈസ് ഈക്വൽ ടു 54 + 16 ആവും. സോ 7x ഈസ് ഈക്വൽ ടു 70 ആണ്. സോ എക്സ് അങ്ങനെയാണെങ്കിൽ 70/7 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ് അല്ലേ. 10 ആണ് നമ്മളെ ആൻസർ വരാം. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും 10 ആണ് നമ്മൾ തേർഡ് സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ 10 മീറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. സോ നിങ്ങൾക്ക് അറിയാം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള ബേസിക് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ഡൗൺ ചെയ്യുക. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതാണ്. സോ അതുപോലെ തന്നെ നിങ്ങൾ യുവികമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക, ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്വിസ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു തവണയേ ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന മെയിൽ ID യൂസ് ചെയ്തിട്ട് ഒറ്റ തവണയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒറ്റ തവണ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ക്വിസിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള
അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്വിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഇഷ്യൂസ് ഒന്നുമില്ല. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ യുവികക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു അക്കൗണ്ട് നല്ലൊരു രീതിയിലുള്ള സ്കോർ നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് യുവികക്ക് ഓൺലൈൻ ക്യൂസിന് വരാറുള്ളത്. സോ ഈ ഒരു ഓൺലൈൻ ക്യൂസിലുള്ള ടൈപ്പ് ഓഫ് ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ഒരു സാമ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇതേ സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, ഇതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ യുവികയ്ക്ക് ചോദിക്കാറുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും യുവികയായിട്ട് ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ ഡൗട്ട് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വയറീസ് യുവികയുമായിട്ടുള്ള റിലേറ്റഡ് ആയ ക്വയറീസും നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ കിട്ടിയ ആൻസേഴ്സും നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ടൈം ഗ്യാപ്പിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പ് വരുത്തുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ആൻഡ് ബൈ.